ഒരു എണ്ണ തേച്ച ഒരു അഭ്യാസിയുടെ ശരീരം പോലെ ആവരുത് നമ്മൾ. എന്താണ് ഈ എണ്ണ തേച്ച അഭ്യാസിയുടെ ശരീരത്തിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ ആ ശരീരം നമുക്ക് പിടുത്തം കിട്ടില്ല, അതിങ്ങനെ വഴുതി പോവും. എന്നതുപോലെ നമ്മൾ ഇബാദത്തുകളിൽ നിന്നും സ്വലാത്ത്, നമസ്കാരം, ഖുർആൻ പാരായണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അള്ളാഹുവിലേക്ക് അടുക്കുക, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. വെറും പണത്തിന് വേണ്ടി മാത്രം നേട്ടോട്ട് ഓടുക. ഈ ഖുർആനിൽ നിന്നും അള്ളാഹുവിൽ നിന്നൊക്കെ നമ്മൾ എവിടേക്കാണ് ഈ ഓടുന്നത്? പണത്തിന് പുറകെ. എത്ര കാലം പണം നമുക്കുണ്ടാവും? ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം വേണം. പക്ഷേ എപ്പോഴും നമുക്ക് പണത്തിൻ്റെ പുറകെ ഓടാൻ പറ്റുമോ? നമ്മൾ ഇബാദത്തുകൾ എടുക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം, തിരിച്ചു വരണം നമ്മൾ. ഇപ്പോൾ നായയുടെ സ്വഭാവം പോലെ ആയരുത്. എന്താണ് ഈ നായയുടെ സ്വഭാവം? ഈ നായ്ക്കളുണ്ട്, ചില നമ്മൾ നായ്ക്കളെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നായ്ക്കൾ നിൽക്കാറില്ല, നായ്ക്കൾ ഓടാറേ ഉള്ളൂ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, നിൽക്കുന്നില്ല. നായ്ക്കൾ എന്തെങ്കിലും അപൂർവമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കും. അതിൽ നിന്ന് മൂത്രമൊഴിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും, ചെറുതായിട്ടൊക്കെ നടക്കുള്ളൂ. ലക്ഷ്യമില്ലാതെ എപ്പോഴും നായ്ക്കൾ ഓടിക്കൊണ്ടാണ്. നായ്ക്കൾ നിൽക്കുന്നതായും നടക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുന്നത് വളരെ ദുർലഭമാണ്. എന്നതുപോലെ നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്കൊരു ജീവിതം കടന്നു വരാനുണ്ട് എന്നുള്ളൊരു ബോധം ഒരു മനുഷ്യനുമില്ല. അത് പലപ്പോഴും പല രീതികളിൽ നമുക്ക് അതിൻ്റെ ചിന്തയില്ല. അപ്പോൾ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ തന്നെ ആ മരണ വീട്ടിൽ തന്നെ പല ചർച്ചയാണ്, കളിയും ചിരി. ഈ മരിച്ച മയ്യത്തിനെ കാണാൻ വന്ന ആളുകൾ പല നാട്ടുവർത്താനം പറയുന്നത് ഈ ഒരു ചിന്ത അവർക്കില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പം എന്തെന്നെ ഇത് വന്നാലും അള്ളാഹുവിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തണം. നമ്മൾ ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മരിക്കുമെന്ന് ഒരാൾക്ക് തോന്നില്ല, അങ്ങനെ കടന്നു വരും മരണം. റോട്ടുമ്മ ഇറങ്ങി അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചു, അറ്റാക്ക് വന്നാന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് എല്ലാവരോടും കളിച്ച് ചിരിച്ചിട്ട് വെറുതെ റോട്ടുമ്മ ഇറങ്ങിയ ആൾ അവിടെ മരിച്ചു എന്ന് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ വാഹനാപകടത്തിൽ മരിച്ചു, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ മരിച്ചു, സൈലൻ്റ് അറ്റാക്ക്, അതായത് രാത്രി കടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോൾ മരണപ്പെട്ടു. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ മരണം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയൂ? അള്ളാഹു എങ്ങനെ വെച്ചിട്ടുള്ളത്? അള്ളാഹു നമ്മളെ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാതെ അള്ളാഹു നമ്മളെ മരിപ്പിക്കുമാറാവട്ടെ, നല്ല രീതിയിൽ മരിപ്പിക്കുമാറാവട്ടെ. ഈ മരണത്തിനെ കുറിച്ചിട്ട് ആരും ചിന്തിക്കാറില്ല. എപ്പോഴാണ് കടന്നു വരിക, എങ്ങനെയാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? നമുക്ക് ഇബാദത്തുകൾ ഒരുപാട് എടുക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ പല ആളുകളും സിഹ്ർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ജീവിതം അവിടെയൊക്കെ ആഖിറം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാവും. തൗബ അതൊക്കെ അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. സിഹ്ർ ചെയ്ത് നിങ്ങൾ ദ്രോഹിച്ച ആളെ കൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കണം. അള്ളാഹു ഏറ്റവും വലിയ തെറ്റാണ് സിഹ്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് വരുന്ന മരണത്തിന് മുന്നേ തന്നെ ഇപ്പോൾ ഈ സിഹ്ർ ചെയ്ത ആൾക്കാർക്ക് തന്നെ കിട്ടിക്കോളും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ ദ്രോഹമാണ് ചെയ്യുന്നത്, എത്ര വലിയ വൻ പാപമാണെന്നുള്ള കാര്യത്തിൽ അവർ മനസ്സിലാക്കുന്ന. അവർക്കും നാളെ എന്തുണ്ട്, ഈ മരണം ഉണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കണില്ല. ഈ മരണം എന്ന് പറഞ്ഞ സംഗതി എല്ലാവർക്കും ഉണ്ട്. ചില ആളുകളൊക്കെ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ മുതൽ അത് കൈക്കലാക്കാൻ വേണ്ടി സിഹ്ർ ചെയ്ത ആളുകളുണ്ട്. അതിപ്പം ഖബർക്ക് കൊണ്ടുപോവോ? അവൻ്റെ ഈ സ്ഥലം തട്ടിയെടുത്ത് സിഹ്ർ ചെയ്ത് തട്ടിയെടുത്തിട്ട് അവൻ്റെ ഖബർക്ക് മറ്റേ സ്ഥലം ഒന്നാകെ കൊണ്ടുപോവോ? ഇല്ലല്ലോ. മറ്റുള്ളവൻ്റെ ഭാര്യനെ കിട്ടാൻ വേണ്ടിയിട്ട് സിഹ്ർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടി പെണ്ണുങ്ങൾ സിഹ്ർ ചെയ്യുക. ഇതൊക്കെ എവിടേക്കാണ് പോണത്? നമ്മൾ ഓർക്കുക, അതൊക്കെ നരകിച്ചിട്ട് മരിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നരകിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ പോകില്ല, അങ്ങനെ ശ്വാസം വലിച്ച് കിടക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. അത്തരം വിപത്തുകളിൽ ആപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. മരണത്തിൻ്റെ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ബേജാറില്ലാത്ത?
എല്ലാവർക്കും ബേജാറാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ മരിക്കുന്നു നമുക്കത് മനസ്സിലായാൽ നമുക്കില്ലാത്ത ബേജാറുണ്ടായില്ല. അത് എവരും ഒന്ന് കുലുങ്ങും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദത്തുകളൊക്കെ എടുക്കുക. നിസ്കാരം കൃത്യമായി നമ്മൾ നമസ്കരിക്കുക. അസ്സലാമു അലൈക്കും. ആത്മാർത്ഥമായി ദുആ ചെയ്യുക.